12 ടഫൻ ഗ്ലാസ് മഹാഗണി വുഡും വെച്ച് നമ്മൾ ചെയ്തെടുത്ത സ്റ്റെയർ കേസ് ഹാൻഡ്രയിലാണ്. രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഇതിന്റെ ഫിക്സിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. സ്റ്റഡ് ഫിക്സിംഗ് ആണ് ഇതിനു വേണ്ടി, പോയിന്റ് ഫിറ്റിംഗ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 ഗ്രേഡിൽ വരുന്ന ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് സൈഡിലും മുകളിൽ കയറി പോകുന്ന ഭാഗത്ത് ടോപ്പിലുമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അത് കാണിക്കാം. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് സൈഡിലും ചെയ്തതുകൊണ്ട് രണ്ട് സൈഡിലും നമ്മൾ മെയിൻ പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സെയിം വുഡ് തന്നെയാണ് നമ്മൾ മെയിൻ പോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ട് സൈസിൽ വരുന്ന 2 ഇഞ്ച് സൈസിൽ വരുന്ന മഹാഗണി കെമിക്കൽ ട്രീറ്റഡ് വുഡാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ആയിട്ട് താഴോട്ട് ഇറക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കൊന്നും നമുക്ക് പോസ്റ്റ് കൊടുക്കേണ്ടതില്ല. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പോസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു സേഫ്റ്റിക്കും ഹാൻഡ് റെയിലിൻ്റെ ഒരു സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. കാരണം ഇവിടെ പോസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ ഗ്ലാസ് നമ്മൾ കയറി പോകുന്ന സമയത്ത് ടച്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് പ്രൊട്ടക്ഷനും ഒപ്പം സ്ട്രെങ്ത്തിനും വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് സൈഡിലും കയറി പോകുന്ന ഈ ഒരു രണ്ട് സൈഡിലും സൈഡ് ഫിറ്റിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. SS-ന്റെ 304 ഗ്രേഡിൽ വരുന്ന സ്റ്റഡ് ഫിറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇവിടെ രണ്ടും നമ്മൾ സൈഡിൽ കൊടുക്കാനുള്ള ഒരു കാരണം, ഇവിടെ നമ്മൾ സ്റ്റെപ്പിൽ രണ്ട് സൈഡും സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല ഇവിടെ സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ ടോപ്പ് വരുന്നത് ഈ ഒരു വശത്തായിട്ടായിരിക്കും ഹാൻഡ് റെയിൽ ഗ്ലാസ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ കറക്റ്റ് ചുമരിലോട്ട് കൊടുക്കാൻ കിട്ടില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇവിടെ സൈഡിൽ കൊടുത്തത്. സൈഡിൽ കൊടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് മാക്സിമം സ്റ്റെപ്പിൻ്റെ വിടുത്ത് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ സൈഡിൽ കൊടുത്തിട്ട് ചുമരിൻ്റെ അടിയിലോട്ട് കയറ്റി കൊടുത്തിരിക്കുകയാണ്. ഈ രീതിയിലാണ് ചുമരിന് സൈഡിൽ കറക്റ്റ് വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുകയാണ് കേട്ടോ. മുകൾ ഭാഗത്തോട്ട് വരുന്ന സമയത്തെ ഇവിടെ നമ്മൾ സ്റ്റെപ്പിൻ്റെ ടോപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ സ്പൈഗോട്ട് ഫിറ്റിങ്സ് എന്നാണ് പറയുന്നത്. ഇത് 6 ഇഞ്ച് സ്പൈഗോട്ടാണ്. 6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. SS 304 ഗ്രേഡിൽ വരുന്ന ഫിറ്റിങ്സ് ആണ്. സ്റ്റെപ്പിൽ കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും 6 ഇഞ്ച് സൈസെങ്കിലും മിനിമം കൊടുക്കണം. 6 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് കൊടുക്കണം. 8 ഇഞ്ച് കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ച് സൈസ് ലെഗിൻ്റെ കൂടുതലായിരിക്കും. നമുക്ക് വെറും സ്ട്രെയിറ്റ് ഏരിയ മാത്രമാണെങ്കിൽ 4 ഇഞ്ച് ഫിറ്റിങ്സ് ഒക്കെ കൊടുത്താലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ച് ഫിറ്റിങ്സ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് സ്റ്റെപ്പിൽ 6 ഇഞ്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ടോപ്പിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തും 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു കണ്ടിന്യൂഷൻ ഒരേപോലെ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സൈഡിൽ കൊടുക്കാത്തതിൻ്റെ റീസൺ, സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ സൈഡിൽ കൊടുക്കാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ സൈഡിൽ ഈ ഭാഗത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്ലാസ് ഈ സൈഡിലോട്ട് വരും. അപ്പോൾ ഇവിടുത്തെ സ്പേസിന് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒന്ന്. രണ്ടാമത് ഇത് സെപ്പറേറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ പോസ്റ്റ് നിർബന്ധമാണ് കൊടുത്തിട്ടുണ്ട്. സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആണ്. ഇവിടെ നമ്മൾ 12 mm തിക്നെസ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് സെൻഗോബേൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ടോപ്പിൽ കൊടുത്തത് കൊണ്ടാണ് കറക്റ്റ് നമുക്ക് ഇവിടെ ചുമരിലോട്ട് സ്ക്രൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ സൈഡിലാണ് കൊടുത്തിരുന്നെങ്കിൽ കറക്റ്റ് ഈ ചുമരിൻ്റെ ഈ ഒരു സൈഡിലോട്ടാണ് വുഡ് പോവുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ചുമരിലുള്ള ഫിക്സിങ് കിട്ടില്ല. പുറത്തോട്ട് ഇങ്ങനെ നിൽക്കും, സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇതിനുണ്ട്. ആളുകൾ എപ്പോഴും പറയും ഗ്ലാസ് ഹാൻഡ് റെയിലിൻ്റെ ഒരു സേഫ്റ്റിനെ കുറിച്ച് പറയാറുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രെങ്ത്തും സേഫ്റ്റി നമുക്ക് ഗ്ലാസ് ഹാൻഡ് റെയിലിൽ കിട്ടും കേട്ടോ. പിന്നെ മാത്രമല്ല ഗ്രിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും ചവിട്ടി കയറാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സേഫ്റ്റി കുറവോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഫ്ലോറിൽ നിന്ന് 90 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്ന് എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ ടാപ്പ് പിടിച്ച് ചെക്ക് ചെയ്യേണ്ടത്. 90 സെൻറ്റിമീറ്റർ, അതായത് ഈ സൈഡിൽ നിന്ന് അളവെടുത്താൽ 90 ഉണ്ടാവണമെന്നില്ല, സ്ലോപ്പായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ സ്റ്റെപ്പിൽ നിന്ന് എപ്പോഴും അളവെടുക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യുക. പിന്നെ ഔട്ട് സൈഡിലേക്ക് വരുമ്പോഴേ ബാൽക്കണി ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഔട്ട് സൈഡിൽ വുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെയിലും മഴേൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇവിടെ ഈ 4 ഇഞ്ച് അലുമിനിയത്തിൻ്റെ ഫിറ്റിങ്സ് ആണ്, വുഡൻ കളറിൽ വരുന്ന ഫിറ്റിങ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
അതിൽ തന്നെ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് അലുമിനിയം 1.5 വുഡൻ ഫിനിഷിൽ വരുന്ന അലുമിനിയം വുഡൻ പൗഡർ കോട്ടഡ് ചാനൽസ് കേട്ടോ.